സദ്യ കഴിക്കാൻ പോകണം. സദ്യ കഴിക്കാൻ എന്താ വന്നാലാ മഴയും വെയിലും വന്നു. അതെ, കുറുക്കനോ കോഴിയോ ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കട്ടെ. ആര് കല്യാണം കഴിച്ചാലും ഈ വെയിലും മഴയും. കഴിഞ്ഞ ആഴ്ച ഫുള്ള് മഴയായിരുന്നു. ഈ ആഴ്ച താണ്ട് രണ്ടും കെട്ടൊരു കാലാവസ്ഥ. കോഴിയുടെയും കുറുക്കൻ്റെയും കല്യാണം പ്രമാണിച്ച് മഴയുണ്ട് വെയിലും ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ കയറി നിന്ന്. പിന്നെ എനിക്ക് പരാഗിൽ കയറണമായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു കടയിൽ കയറി ഒരു വാച്ച് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നേരെ അമൃതയ്ക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അത് ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പരാഗിൻ്റെ സൈഡിൽ എത്തിയപ്പോഴേക്കും മഴയായി. അങ്ങനെ കയറി നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് നല്ല മുട്ടം വെയിൽ, കണ്ണ് പൊളിക്കുന്ന വെയിൽ കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ക്ലൈമറ്റിന് വട്ടായതാണോ അതോ ഇനി നമുക്ക് വട്ടായതാണോ? എന്തായാലും കൊള്ളാം. ദാണ്ട് ഈ ഫ്രണ്ടിൽ പോകുന്ന ചേട്ടനുണ്ടല്ലോ, കുറച്ച് നേരം കൊണ്ട് തിത്തിത്തേ കളിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് കയറാനും പറ്റുന്നില്ല. എനിവേ പതിയെ പോയാൽ മതി, മഴയിലെ റോഡൊക്കെ തെന്നി കിടക്കുക. അങ്ങനെ ഞങ്ങളിതാ ക്ലാസ്സിൻ്റെ അവിടെ എത്തി. എപ്പോൾ വന്നാലും നേരെ ഈ കടയിൽ വന്ന് ചേച്ചീനെ, സിന്ധു ചേച്ചീനെ അത് ചേച്ചി മുഖം കാണിക്കാതെ ഞാൻ പോകാറില്ല കേട്ടോ. അത് ശീലമായതാണ്. ഞാൻ വന്നപ്പോൾ ഉണ്ട് തകർത്ത് പിടിച്ച് നീലാഞ്ജനയും അമൃതയില്ല, നീലാഞ്ജനയും അതുല്യയും ആര്യയും തമ്പുരും കൂടി പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെന്തോ റൈസ് കുക്കർ അത്രേ, ഒരു തെർമോക്കോളിൻ്റെ ഒരു ബോക്സായിട്ടാണ് എനിക്ക് തോന്നിയത്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻ. അവർ ആദ്യമായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ലതാണെങ്കിൽ നമുക്ക് വാങ്ങാം. പിന്നെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് ഓർഡർ ചെയ്ത പൂവൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വഴിയെ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയൊന്നും ഇല്ലെങ്കിലും എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയൊക്കെയോ കാണിക്കുന്ന ഈ പാട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഏത് ഡാൻസിൻ്റെ ആണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഡിന്നറിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്തില്ല. ചോറ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായ കാരണം എനിക്ക് ഏത് നിമിഷവും ഏത് നേരവും ചോറ് തന്നാൽ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, മൈ ഫേവറേറ്റ് ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു, പിന്നെ ഉണക്കമീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊരിച്ചു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സാമ്പാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനായാലും എൻ്റെ അപ്പുമായാലും കേട്ടോ, ഞങ്ങൾക്ക് സാമ്പാർ എന്ന് പറഞ്ഞ ജീവനം. ഞാൻ ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ എൻ്റെ പ്ലേറ്റ് ഇത്രയും ക്ലീനാവും. എൻ്റെ അമ്മയൊക്കെ എപ്പോഴും കളിയാക്കാറുണ്ടോ, ഇനിയിപ്പോൾ പാത്രം കഴിവുണ്ടല്ലോ ഇങ്ങനെ. അത് അമ്മ പഠിപ്പിച്ച ശീലം തന്നെ കേട്ടോ. സത്യം പറയുമെങ്കിൽ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഇത്ര അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. ഇതുങ്ങൾ രണ്ടുപേരും ഇന്നതാ എൻ്റെ കൂടെ വന്ന് ചാടി കിടപ്പുണ്ട്. ഇന്നിപ്പം ഞാൻ ഇതുങ്ങൾ രണ്ടെണ്ണത്തിനെയും സഹിക്കണം. ആരൊക്കെ ചവിട്ടുമോ എന്തോ. ആര് ചവിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ നന്നായി ചവിട്ടും, അതെനിക്ക് നന്നായിട്ടറിയാം. ഞാനൊരു ഉറക്കപ്പിശാശായതുകൊണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ടാറ്റാ ബൈ.